ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ലടാ. മമ്മിയോട് എത്ര പറഞ്ഞിട്ടു കേട്ടില്ലായിരുന്നേ. ഇന്നലെ അമ്മമ്മ ഒറ്റൊരു പ്രാവശ്യം പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് തന്നെ ഒരു അത്ഭുതമായി പോയി. എന്തായാലും പൊളിച്ചു. ഇനി നീയും ഉണ്ടാവുമല്ലോ നമ്മുടെ കൂടെ. ഉണ്ണിക്കുട്ടന് അറിയത്തില്ലല്ലോ. അല്ല, അവനെവിടെ പോയി? അവന്റെ പെങ്ങളില്ലേ ചിന്നു, നാളെ അവളെ പിറന്നാളാ. എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കണമെന്നാ പറഞ്ഞത്. ആഹാ, അപ്പൊ നമുക്കൊക്കെ ഉണ്ടാവോ? പിന്നല്ലാതെ. നാളെ എപ്പോഴാ ഫംഗ്ഷൻ വെച്ചിരിക്കുന്നേ? നാളെ രാത്രിയായിരിക്കും. ആഹാ, അപ്പൊ അത് പൊളിക്കുമല്ലോ. പിന്നല്ലാതെ. അല്ല, കുറെ പേരുണ്ടാവോ? ഇല്ല, തൊട്ടടുത്തുള്ള നെയ്ബേഴ്സ് മാത്രമേ ഉണ്ടാവൂ. അതായത് ഉസ്മാന്റെ വീട്ടിലും തുമ്പിന്റെ വീട്ടിലും നമ്മുടെ വീട്ടിലും പറഞ്ഞിട്ടുള്ളൂ. ഡാളിയാ, ഒരു വീട് നീ വിട്ടുപോയി. ആരെ വീട്? നിന്റെ ജുവൽ. ഓ, ആ പിശാശ് ഉണ്ടാവൂലേ നാളെ? എൻജോയ് എൻജോയ്. ഇല്ല, എൻജോയ്മെന്റ് പോവും. ഓ, അപ്പൊ നാളെ ആ ക്രിസ്റ്റി ഉണ്ടാവത്തില്ലേ? ആ, അവനും ഉണ്ടാവും. അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ഉണ്ടാവല്ലോ. ഓഹോ. അല്ല, അവനെ നീ പോയെന്ന് വിചാരിച്ചിരിക്കുവായിരിക്കും. ആ, അത് ശരിയാ. അവൾ ഇവനെ കണ്ടാ ശരിക്കും നെട്ടിപ്പോവും. ശരിയാ. അവളിന്നലെ മെസ്സേജ് അയച്ചിരുന്നേ. ഞാൻ പോയിന്നാ അവള് കരുതുന്നേ. പിന്നെ നമ്മള് എയർപോർട്ടിൽ അവരെ കൊണ്ടാക്കാൻ പോയപ്പോ കുറച്ച് പിക്ക് എടുത്തിരുന്നേ. അത് അവക്ക് അയച്ചു കൊടുത്തും ചെയ്ത്. എന്നെ കണ്ട ശരിക്കും അവക്ക് ഷോക്ക് ആയിരിക്കും. അല്ല, അപ്പോ എന്താ നിന്റെ പ്ലാൻ? പ്ലാൻ എന്താന്ന് വെച്ചാ, ഇപ്പൊ ആരും ഞാൻ പോവാത്ത കാര്യം അവളോട് പറയണ്ട. ഞാൻ പോയി തന്നെ കരുതിക്കോട്ടെ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ തന്നെ അവളെ പോയി കണ്ടോളാം. ആഹാ, അതടിപൊളിയാവല്ലോ. പിന്നൊരു കാര്യം ഉസ്മാനെ, എന്താടാ? നീ പോയി കൊളാക്കരുത്. നീ കൊളാക്കേണ്ടല്ലോ, നിന്റെ മണ്ടക്ക് എന്നോട് കിട്ടും. അളിയാ, ഞാനങ്ങനെ ചെയ്യോ? എന്നാ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നിനക്ക് കൊള്ളും. എന്റെ ഒരു തമാശ. കാര്യായിട്ട് തന്നെ പറഞ്ഞേ. പറയരുതെന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോ ആരോടെങ്കിലും? ഇല്ലടാ, നീ അറിയാതെ ആരോട് പറയരുത് എന്നാ ഞാൻ ഉദ്ദേശിച്ച്. ഇല്ലളിയാ, ഞാൻ ആരോട് പറയത്തില്ല. ഡാ കൊസ്മാനെ. ഓ, എത്തി കുട്ടി പിശാശി. ഡാ, ഇവളെ നീ കരുതിക്കോ. എന്നെ എന്ത് കരുതാനേ? അതൊന്നുമില്ല പാറൂസേ, ഇവൻ എന്തൊക്കെയോ പറയാ. ഡാ കൊസ്മാനെ, പറയടാ. പാറു, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്ത് സച്ചേട്ടാ? സച്ചേട്ടൻ എന്താ എന്നോട് പറഞ്ഞേ? ആഹാ, ബെസ്റ്റ്. ഞാൻ പോവാത്ത കാര്യം നീ ആരോട് പറയരുത്. അതായത് തുമ്പിയോടും ആവണിയോടൊന്നും പറയരുത് കേട്ടോ. അവരോട് മാത്രല്ല, ചിന്നിനോടും പാത്തുവിനോടൊന്നും പറയരുത്. അവര് പിന്നെ ആവണിയോടും തുമ്പിയോടൊക്കെ പറഞ്ഞു കൊടുക്കും. ഓ, അതോ? അത് ഞാൻ ആരോട് പറയത്തില്ല സച്ചേട്ടാ. എനിക്കറിയാലോ പാറുക്കുട്ടി ആരോട് പറയത്തില്ലാതെ. പിന്നെ സച്ചേട്ടാ, ഈ കൊസ്മ പറയുന്ന കാര്യമൊന്നും വിശ്വസിക്കേണ്ട കേട്ടോ. ഡീ പാറുക്കുട്ടി. ആ, പിന്നെ ഒരു കാര്യം. കൊസ്മനെ, നിന്റെ വാച്ച് പൊട്ടിപ്പോയി. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. നീ അതും പൊട്ടിച്ചോ? അത് പിന്നെ കൊസ്മനെ, എന്തിനറിയാതെ. ഡീ, അയ്യോ, കൊസ്മൻ എന്നെ കൊല്ലാൻ വരുന്നേ. ഇവളൊരു കാര്യം. അല്ല ഉസ്മാനെ, അത് നിന്റെ പുതിയ വാച്ചായിരുന്നോ? അല്ലടാ, അത് ഞാൻ ഒഴിവാക്കാൻ നിന്നതാ. പിന്നെ അവളോട് ചുമ്മാ അങ്ങനെയൊക്കെ പറയുന്ന. ജസ്റ്റ് ഫോർ എ രസം. അവളോട് അടി ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടണല്ലേ. ദേവു, ഡാ, തുമ്പിയല്ലത് വരുന്നേ. ആടാ, തുമ്പി തന്നെ. ഞാൻ ഇവിടുന്ന് പോവാണേ. ഞാൻ ഇവിടെ എല്ലാ കാര്യം പറയരുതേ, കേട്ടല്ലോ. ആ കാര്യം ഞങ്ങൾ ഏറ്റുകളിയാ. നീ വേഗം മുങ്ങിക്കോ. ആ, കൊസ്മാന് രാവിലെ തന്നെ ഇവിടെ എത്തിയോ? ഞാൻ എല്ലായിടത്തും എത്തും. അതാണ് ഞാൻ. അല്ല, രാവിലെ തന്നെ എങ്ങോട്ടാ? ആ, അതൊക്കെ ഉണ്ട്. എങ്ങോട്ടാ പറ. അതിപ്പോ എന്തിനാ നീ അറിയുന്നേ? ഓ, ഇപ്പൊ അങ്ങനെയൊക്കെ ആയി. ഓ, ഇനി പിണങ്ങണ്ട. ഞാൻ ക്ലാരന്റെ വീട്ടിൽ പോവാ. ക്ലാരന്റെ വീട്ടിലേക്കോ? എന്തിന്? ഓ, ഇനിയിപ്പോ എന്തിനാന്ന് നിങ്ങൾക്ക് അറിയണോ? അങ്ങനെ ചോദിച്ചാ അറിഞ്ഞാ കൊള്ളാന്നൊക്കെ ഉണ്ട്. എന്നാ മോൻ അങ്ങനെ അറിയണ്ട. ഓഹോ, അപ്പൊ എന്തോ ഒരു ഉടായിപ്പുണ്ടല്ലോ. അതിന് നീയല്ലല്ലോ ഞാൻ. അല്ല തുമ്പി, ശരിക്കും എങ്ങോട്ടാ പോകുന്നേ? ക്ലാരന്റെ വീട്ടിലേക്കാന്ന് പറഞ്ഞില്ലേ? എന്തിന്? ആ, അതൊക്കെ ഉണ്ട്. അല്ല, എന്നിട്ട് നീ ഒറ്റക്കാണ് പോകുന്നേ? അല്ല, ദേവുണ്ട്. ദേവു, ടൈം ഒരുപാടായി. വാ, പോവാ. ദാ വരുന്നു തുമ്പി. ഞാൻ റെഡി, പോവാ. ദേവു, നിങ്ങൾ എന്തിനാ പോകുന്നേ? അതിപ്പോ എന്തിനാ നീ അറിയുന്നേ? ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അത് പോരെ. തുമ്പി വാ. ഷോ, അവര് പോയല്ലോ. നല്ല അനുസരണാശീലമുള്ള അനിയത്തി. അവരെന്തിനാ പോകുന്നേ? അതെനിക്കെങ്ങനെ അറിയാം?
വീട്ടിലേക്കാന്ന് പറഞ്ഞിട്ട് അവരിവിടെ നിൽക്കുകയാണല്ലോ. അതാ ഞാനും നോക്കുന്നേ. പക്ഷേ അവര് സംസാരിക്കുന്നത് ഇങ്ങോട്ട് കേൾക്കുന്നില്ല. ഇനിയിപ്പോ അവളെ വീട്ടിലേക്ക് പോവാൻ ആരെങ്കിലും വെയിറ്റ് ചെയ്യാണോ? എന്തായാലും നമുക്ക് കുറച്ചു നേരം കൂടി ഇവിടെ നിന്ന് നോക്കാം. ദേവു, നമ്മളെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. എന്താടി? ഒന്നുമില്ല. അവരൊന്ന് വേഗം വന്നാ മതിയായിരുന്നേ. ആന്റിനോടും അമ്മയോടൊക്കെ വേഗം വരാന്ന് പറഞ്ഞു പോന്നതല്ലേ. അവൾ അവിടുന്ന് പോന്നെന്ന് പറഞ്ഞ മെസ്സേജ് ചെയ്ത്, എന്നിട്ട് വരുന്നത് കാണുന്നുമില്ലല്ലോ. അവക്കും കുറച്ച് നടക്കാനില്ലേ, അവള് വന്നോളും. അവരെന്തേ സംസാരിക്കുന്നേ? ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അവിടെ എവിടെയെങ്കിലും ഒരു മരം ഉണ്ടായിരുന്നെങ്കിൽ ആ മരത്തിന്റെ മറവിൽ നിൽക്കാമായിരുന്നു നമുക്ക്. എന്നാ പിന്നെ അവര് പറയുന്നേ കേൾക്കാമായിരുന്നു. ഈ പുല്ലാണ് ചൊറിഞ്ഞിട്ടും വയ്യ. ഒന്ന് മിണ്ടാ നിക്ക്, അവര് നമ്മളെ ഇപ്പൊ കാണും. അല്ല ദേവു, ഞാൻ ഒന്ന് ചോദിക്കാൻ വിട്ടു. എന്താ പറ. അല്ല, സച്ചിയൊക്കെ പോയോ? ഈശ്വര, ഞാനിപ്പോ എന്താ പറയാ? ഇവളോട് ഇതുവരെ ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. സച്ചിയേട്ട പറഞ്ഞതല്ലേ പറയണ്ടാന്ന്. എന്തെങ്കിലും പറയാ. നീ എന്താ ചിന്തിക്കുന്നേ? ഒന്നുമില്ല. അവര് പുലർച്ചെ തന്നെ പോയി. സച്ചിയും പോയല്ലേ? സച്ചി ഇവിടെയുള്ള കാര്യം പറഞ്ഞ ചിലപ്പോ അവൾ ആവണേച്ചിയോട് പറയും. അപ്പൊ സച്ചിയേട്ടന്റെ